ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ അമൃതം പൊടി ഉപയോഗിച്ചിട്ട് ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അമൃതം പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി റെസിപ്പീസ് ഞാൻ ഇട്ടു. അപ്പോൾ പുട്ട് വളരെ ഈസിയാണ്, അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 1 കപ്പ് അമൃതം പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഞാനൊരു 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് സാധാ നമ്മുടെ പച്ചവെള്ളമില്ലേ, സാധാ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പുട്ടിനുള്ള പൊടി നനച്ചെടുക്കാം. നമുക്ക് ഒത്തിരി വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വെള്ളത്തിൻ്റെ കറക്റ്റ് അളവ് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാനിത് നനച്ചെടുക്കാൻ ഒരു 1/2 ഗ്ലാസ്സിലധികം വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇനി ഇതിലോട്ട് നമ്മൾ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം വെക്കണേ പുട്ടും കുടത്തിൽ. അപ്പോൾ എന്നാലാണ് നമുക്ക് ഇത് റെഡിയാക്കുമ്പോഴേക്കും വെള്ളം തിളച്ച് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് അമൃതം പൊടി ഇട്ട് കൊടുക്കാം. പകുതി ആകുമ്പോൾ കുറച്ചുകൂടി തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ അമൃതം പൊടി ഇട്ട് ഫില്ല് ചെയ്യുക. പിന്നെയും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി വേണമെങ്കിൽ നേന്ത്രപ്പഴമൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ, പിന്നെ ക്യാരറ്റ് അങ്ങനെയൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇതിൽ നമുക്ക് ഫില്ല് ചെയ്യാം കേട്ടോ. പൊടി നല്ലവണ്ണം നനയണം കേട്ടോ. നനവില്ലാത്ത പൊടിയാണെങ്കിൽ ഇത് നല്ല പുട്ട് കറക്റ്റായിട്ട് കിട്ടില്ല. നമുക്ക് ആവി എടുക്കുമ്പോൾ തന്നെ അത് പൊടിഞ്ഞ് പോവുകയാണ് ചെയ്യുക, വെള്ളം നനവ് കമ്മിയാണെങ്കിൽ കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണേ. അപ്പം നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പുട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇനി അമൃതം പുട്ടുമായിട്ട് ഇതേ പുട്ട് കൊണ്ട് ഞാൻ മറ്റൊരു റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയും കാണുക. എല്ലാവർക്കും ഒത്തിരി നന്ദി.